മലമ്പുഴ ഡാമിൻ്റെ കാഴ്ചയും അതുപോലെ ചരിത്രവും നിങ്ങൾക്കായി എസ്എൽആർ വ്യൂസ് എന്ന് കാഴ്ചവെക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബൈക്കൺ അമർത്തുക. അപ്പോൾ പുതിയ പുതിയ വീഡിയോസുമായി നമ്മൾ മുന്നോട്ട് വരുന്നതാണ്. ഓക്കെ. 1914 കർഷകരുടെയും ജനങ്ങളുടെയും പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുക എന്നൊരു ഉദ്ദേശവുമായി ഒരു അണക്കെട്ട് നിർമ്മിക്കുക എന്നൊരു ആശയം രൂപം കൊള്ളുന്നു. 1914 കാലഘട്ടങ്ങളിലാണ് ജലലഭ്യതയുള്ള പ്രദേശത്തെക്കുറിച്ചും അണക്കെട്ട് സുഗമമായി നിർമ്മിക്കാൻ അനുയോജ്യമായ സ്ഥലത്തെക്കുറിച്ചുമുള്ള ഒരു പഠനം. അനേകം നീരുറവുകളും പുഴകളും ഒഴുകുന്ന പശ്ചിമഘട്ട നിരയുടെ താഴെയുള്ള ഒരു ഭാഗമാണ് ഞമ്പാറ, ചോവ, ഉടുപ്പൽ, പടുകുംപാടം, താണിക്കവെള്ളം എന്നീ ഓരോ പേരുകൾ അറിയപ്പെടുന്ന ഒരു പ്രദേശമാണ്. അതുപോലെ കുറുമ്പച്ചിമല, മുള്ളംമല, പാലാമല, കരിമല, കാട്ടുമല എന്നീ മലകളാണ്. ഇങ്ങനെ ഒരുപാട് മലകളാണ് പശ്ചിമഘട്ടങ്ങളിലെ ഭാഗമായി. പ്രേക്ഷകർക്ക് ഒരുപാട് കാഴ്ചകൾ ഇവിടെ പറയാനുണ്ട്. മയിലാടിപ്പുഴ, ആനക്കൽ തോട്, കല്ലമ്പുഴ, ചെറുപുഴ ഇങ്ങനെ കുറച്ച് നദികളാണ് ഈ മലകൾക്കിടയിലൂടെ ഒഴുകുന്നത്. ബ്രിട്ടീഷ് ഭരണകാലത്താണ് ഇതിവിടെ രൂപം കൊണ്ടത്. അപ്പോൾ അടുത്ത വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.